സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൻ വൈസ്മാൻ്റെ റീജിയണൽ പ്രോജക്റ്റായ കെയർ ദ ഏജഡ്, പ്രായമുള്ളവരെ ബഹുമാനിക്കുക എന്നതിനെ ആസ്പദമാക്കി ഒരു കുടുംബ ആവിഷ്കാരം. വളരും തോറും വിളയും. കഥ തുടങ്ങുന്നത് ഒരു പയ്യൻ മൊബൈൽ നോക്കിക്കൊണ്ടാണ്. എടാ രാജു, നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ മൊബൈലിൽ തോണ്ടി ഇരിക്കരുതെന്ന് പഠിക്കാനുള്ള നേരത്തിന്? അമ്മേ, ഞാൻ മൊബൈൽ തോണ്ടുകയല്ല, നോട്ട്സ് റെഫർ ചെയ്യുകയാണ്. എൻ്റെ ഒരു നോട്ട്സ് റെഫറൽ പരീക്ഷയ്ക്ക് 0 കിട്ടിയെങ്കിൽ വാ, റെഫറലെല്ലാം ഞാൻ ശരിയാക്കി തരാം. അമ്മേ, ഞാൻ ഗൂഗിൾ ചെയ്യാണ്. നീ ഗൂഗിളോ ഗാർഗിളോ എന്താ ചെയ്തോ, പക്ഷെ ഈ പോക്കത്ര ശരിയല്ല. നിന്റെ ചില നേരത്തെ ഇരിപ്പും നടപ്പും എല്ലാം ഞാൻ കാണുന്നുണ്ട്. സാവിത്രി, അവനെ വഴക്ക് പറയാതെ. അവരൊക്കെ ന്യൂജൻ അല്ലേ, നോട്ട്സ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കട്ടെ. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. പിന്നെ അച്ഛനെല്ലാം അറിയാമല്ലോ, അച്ഛന് ന്യൂജൻ അല്ലേ. അവനെ എങ്ങനെ താങ്ങി വഷളാക്കിക്കോ. അവൻ ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കല്ലേ നഷ്ടം. അച്ഛൻ എന്തുണ്ട്? ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി. രാമേട്ടാ, ഈ അച്ഛൻ ശരിയല്ല. അച്ഛൻ അവനെ പഠിത്തത്തിലോ ശ്രദ്ധിക്കുന്നില്ല, വഷളാക്കുകയാണ്. ഇങ്ങനെ പോയാൽ അവനൊരു പണി കിട്ടാത്ത ജന്തുവായി നമുക്കൊരു ഭാരമായി മാറും. അത് മാത്രമോ, നമ്മളിവിടെ നല്ല രീതിയിൽ പെയിന്റ് അടിച്ച് ആ ഭിത്തിയിലെല്ലാം കുഴമ്പ് തേച്ച് വൃത്തികേടാക്കി. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, നമ്മളൊന്നിച്ച് ഈ വീട്ടിൽ കഴിയാൻ കഴിയില്ല. ഒന്നെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അല്ലെങ്കിൽ ഞാൻ. ഇന്ന് നിങ്ങളത് തീരുമാനിക്കണം. അത് പിന്നെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ, അമ്മ മരിച്ചതിന് ശേഷം. ഈ സെന്റിമെന്റ്സ് ഒന്നും ശരിയാവില്ല ചേട്ടാ. നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബം, അത് മാത്രമോ, അച്ഛന് ആ ഒരു വൃദ്ധസദനത്തിലെത്തുമ്പോൾ, ഓൾഡ് ഏജിലെത്തുമ്പോൾ അവരുടെ കൂട്ടുകാരുമായി എന്ത് രസമായിരിക്കും. ഓക്കെ, ഇനി ഒരു തർക്കം വേണ്ട. ഞാൻ അച്ഛനെ ഓൾഡ് ഏജ് ഹോമിൽ വിടാം. അച്ഛ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും, നമുക്ക് വൃദ്ധസദനം പോവാം. ശരി മകനെ. അല്പനാളുകൾക്ക് ശേഷം മകൻ അറിയാൻ പാടില്ലാത്തൊരു കാര്യം അറിയുന്നു. തൻ്റെ മകൻ കഞ്ചാവിന് അടിമയാണെന്നും ശരിയായ ശ്രദ്ധ കൊടുക്കാത്തതിനാൽ അവനൊരു അപകടത്തിൽപ്പെട്ട് ഇനിയുള്ള കാലം അവന് ശരിയായ സപ്പോർട്ട് വേണമെന്ന് അറിയപ്പെടുമ്പോൾ വേറെ മാർഗങ്ങളില്ല, സ്വന്തം അച്ഛനെ വിളിക്കുന്നു. അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. നമ്മുടെ മോൻ രാജു, എന്തു പറ്റി അവന് മോനെ? അവൻ കഞ്ചാവിന് അടിമയാണ്. അവന് ശരിയായ ട്രീറ്റ്മെൻറ്റ് വേണം. അച്ഛനെ ഞാനൊരു പാപിയാണ് അച്ഛ. അച്ഛനെ ഞാൻ ഒന്നും പറയേണ്ട മോനെ, നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. അവൻ എൻ്റെ കുഞ്ഞാണ്. എൻ്റെ ശിഷ്ടകാലം അവന് വേണ്ടിയായിരിക്കും. നമ്മുടെ മാതാപിതാക്കളെ മറക്കാതിരിക്കുക. അവർ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ജീവിതത്തിന് ഒരു ബലവും താങ്ങുമാണ്. അവർ നമ്മളിലൂടെ ജീവിക്കുന്നു. നന്ദി, നമസ്കാരം.